ഹായ് ഫ്രണ്ട്സ്, ഞാൻ ബിജി രാജേഷ്. ആവീസ് ഫാമിലി വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നൊരു ചുരിദാർ ടോപ്പ് സ്ലിറ്റുള്ളത് കട്ട് ചെയ്യുന്ന വിധമാണ് കാണിക്കുന്നത്. എൻ്റെ ലൈനിങ്ങാണ് ആദ്യം എടുത്തേക്കുന്നത്. അപ്പോൾ ഷോൾഡർ 8 ഇഞ്ച് അടയാളപ്പെടുത്തുന്നുണ്ട്. ഷോൾഡറിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള കൈക്കുഴിയുടെ അവിടേക്കുള്ള ഇറക്കവും 8 ഇഞ്ച് അടയാളപ്പെടുത്തുന്നുണ്ട്. എൻ്റെ അളവിലാണ് ഞാൻ വെട്ടണത്. അത് നേരെ താഴത്തേക്ക് ഒരു ലൈനായിട്ട് വരയ്ക്കുന്നുണ്ട്. ഇനി എൻ്റെ വണ്ണം 44ആണ്. 44ൽ നിന്ന് 4 ഭാഗമായിട്ടെടുത്ത് 11ഉം 11 കൂടെ ഒരു 1.5 കൂടി ചേർത്ത് 12.5 എടുക്കുന്നുണ്ട്. വണ്ണം 12.5 എടുത്തിട്ടുണ്ട്. അതിന് നേരെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കുക. കൈക്കുഴിയുടെ അവിടെ ഞാൻ ലെങ്ത്ത് ഒരു 46 ഒക്കെയാണ് എടുക്കണത്. അപ്പോൾ ലൈനിങ്ങിൽ ഒരു 44 ലെങ്ത്ത് ഉള്ളൂ. അപ്പോൾ ആ ഫുള്ള് ലെങ്ത്ത് എടുക്കണം ലൈനിങ്ങിൽ. ഇനി ഞാൻ നെക്കിൻ്റെ വിഡ്ത്ത് ഒരു 3.5 ഇഞ്ച്, പിന്നെ ബാക്ക് നെക്ക് ഒരു 4 ഇഞ്ച്, ഫ്രണ്ട് നെക്ക് ഒരു 5.5, റൗണ്ട് നെക്കാണ് വരയ്ക്കുന്നത്. ഒരു സ്ട്രൈറ്റ് ആയിട്ട് 3.5 ഇങ്ങോട്ട് സ്ട്രൈറ്റ് ആയിട്ട് വരച്ച് വന്നിട്ട് ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും സ്ക്വയറായിട്ട് വരച്ചിട്ടുണ്ട്. ആദ്യം ബാക്ക് നെക്ക് ഒന്ന് റൗണ്ട് ചെയ്ത് വരയ്ക്കുന്നുണ്ട്. ഫ്രണ്ട് നെക്കും ഒന്ന് ഷേപ്പ് ചെയ്ത് വരയ്ക്കുന്നുണ്ട്. ഇനി ആ 8ൻ്റെ പകുതി ഷോൾഡറിൻ്റെ അവിടെ 4 എടുത്തിട്ട് അവിടെ ഉള്ളിലേക്ക് കൈക്കുഴിയുടെ ഉള്ളിലേക്ക് 1 ഇഞ്ച് അടയാളപ്പെടുത്തി ഷേപ്പ് ചെയ്യാനായിട്ട് 1 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് ആ 4 ഇഞ്ചിൽ നിന്ന് ഇങ്ങോട്ട് ഷേപ്പ് ചെയ്ത് വരയ്ക്കണം. ഫ്രണ്ട് ആം ഹോളും ഒന്ന് കടത്തിയിട്ട് വരയ്ക്കുക. ഒന്ന് കടത്തിയിട്ട് വരയ്ക്കുന്നുണ്ട്. ഇനി ഞാനവിടെ ഒരു 15 വിഡ്ത്ത് ലെങ്ത്ത് അടയാളപ്പെടുത്തിയിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് ഒരു ഷേപ്പ് വരയ്ക്കാനായിട്ട് അവിടെ ഞാനൊരു 12.5 തന്നെയാണ് ഷേപ്പ് അവിടെ വരയ്ക്കുന്നത്. 12.5 തന്നെ ഞാൻ ഷേപ്പ് അവിടെ എടുക്കുന്നത്. അതിനൊന്ന് ഷേപ്പും പിന്നെ 1.5 ഇഞ്ചും കൂടി ഞാൻ എടുക്കുന്നുണ്ട് അവിടെ. ഇനി അതൊരു സ്ട്രൈറ്റ് ആയിട്ട് വരയ്ക്കുന്നുണ്ട്. അവിടെ സ്ട്രൈറ്റ് ആയിട്ട് വരയ്ക്കുക. പിന്നെ അതിൻ്റെ അടിവശം നമ്മുടെ വിടുത്ത് വരയ്ക്കുന്നുണ്ട്. ഒരു 14 ഇഞ്ച് വിടുത്ത് വരയ്ക്കുന്നുണ്ട്. 4ആയിട്ട് മടക്കിയിട്ടേക്കാണല്ലോ. പിന്നെ അവിടെ നിന്ന് ആ ഷേപ്പുകളൊക്കെ ഇങ്ങോട്ട് വരച്ച് അടിയിലേക്ക് എടുക്കുക.
അടിയിലേക്ക് സ്ട്രൈറ്റ് ആയിട്ട് വരയ്ക്കുക. സ്ലിറ്റ് ആണല്ലോ. എനിക്ക് പിന്നെ ഇങ്ങനെ പ്രത്യേകിച്ച് ഷേപ്പ് ഇങ്ങനെ ഇല്ല, അതുകൊണ്ട് നല്ലൊരു ഷേപ്പിലല്ല വരയ്ക്കുന്നത്. ഇനി അവിടെ ഒരു 3/4 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് അവിടെ ഒന്ന് ചെരിച്ച് വരയ്ക്കുന്നുണ്ട്. ഷോൾഡറിൻ്റെ അവിടെ, ആം ഹോളിൻ്റെ അവിടെ, ആ മുകളിലായിട്ട് ഒരു ഷേപ്പ് ചെരിച്ചിട്ട് ഒരു ലൈൻ വരയ്ക്കുക. നെക്കിൻ്റെ അവിടെ നിന്ന് ആം ഹോളിൻ്റെ അവിടേക്ക് കൈയുടെ വിടുത്തിൻ്റെ ആ ഭാഗം ഒരു 3/4 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് വരയ്ക്കുന്നുണ്ട് ചെരിച്ച്. ഷേപ്പ് എല്ലാം കൂടിയിട്ട് അടിയിലേക്ക് യോജിപ്പിച്ച് കൊണ്ടുവരാം. എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് സ്ട്രൈറ്റ് ആക്കാം. അവിടെ സ്ലിറ്റ് ആണല്ലോ, അതുകൊണ്ട് നേരെ ഇങ്ങോട്ട് വരയ്ക്കാം. ഞാനത് കട്ട് ചെയ്യണം. അടിയിൽ നിന്ന് മുകളിലേക്ക് ഷേപ്പിൽ കൂടെ ആം ഹോളിൻ്റെ അവിടെ കൊണ്ടുവന്ന് ബാക്ക് നെക്ക് വെട്ടണം. ബാക്ക് നെക്ക് ആദ്യം വെട്ടിയെടുത്ത് ആ ചെരുവിൻ്റെ അവിടെ വെട്ടിയെടുക്കുക. അത് വെട്ടി അങ്ങനെ നേരെ ആം ഹോളും കൂടി വെട്ടി ഇങ്ങോട്ട് എടുക്കുക. ബാക്കിൻ്റെ ഷേപ്പിലാണ് ഇപ്പോൾ വെട്ടിയെടുത്തത് ആം ഹോള്. ഇനി ഫ്രണ്ട് നെക്ക് വെട്ടണോട് കൂടി ഫ്രണ്ടിൻ്റെ ആം ഹോളും കൂടിയിട്ട് ഷേപ്പ് ചെയ്ത് വെട്ടിയെടുക്കുക. ആം ഹോളും കൂടി വെട്ടിയെടുക്കുക. ഫ്രണ്ടിൻ്റെ ആം ഹോള് ഷേപ്പ് ചെയ്ത വശത്തോടെ തന്നെ വെട്ടിയെടുക്കുക. ഇനി ബാക്ക് നെക്ക് ഷേപ്പ് ചെയ്തൊന്ന് തുണിയിലേക്ക് ഞാൻ ഇതാക്കുന്നുണ്ട്. തുണിയിൽ വരച്ച് ചേർക്കുന്നുണ്ട്. ബാക്ക് ഭാഗം വെച്ച് തുണിയിൽ വരച്ച് ചേർക്കണം. ഒരു സാരി കൊണ്ടാണ് ഞാനിത് വെട്ടുന്നത്, അതുകൊണ്ട് പിന്നൊക്കെ കുത്തി വെച്ചിട്ട് ആണ് വെട്ടിയെടുക്കുന്നത്. ഇനി അങ്ങോട്ട് ഇങ്ങോട്ട് തെന്നി മാറാൻ ചാൻസ് ഉണ്ട്. ഇനി അത് ഷേപ്പ് വരച്ച് കഴിയുമ്പോൾ ഇവിടെ വെട്ടിയെടുക്കാം. ബാക്ക് ഭാഗം ഞാൻ അടയാളപ്പെടുത്തി കൂടെ വെട്ടി നല്ല തുണിയിൽ നിന്ന് വെട്ടി മാറ്റിയിട്ടുണ്ട്. ആം ഹോളിൻ്റെ അവിടെയും എല്ലാം ഒന്ന് ഷേപ്പ് ചെയ്ത് വെട്ടുന്നുണ്ട്. സ്ലീവിന് വെട്ടാനായിട്ട് മടക്കിയിട്ടുണ്ട്. 10 ഇഞ്ച് വിടുത്തിലാണ് ഞാൻ എടുത്തേക്കുന്നത്, തുണി മടക്കിയിട്ടേക്കുന്നത്. ഇനി 3.5 ഇഞ്ച് കൈക്കുഴിയുടെ ഷേപ്പ് വരാനായിട്ട് ഒരു 3.5 ഇഞ്ച്
മുകളിൽ നിന്ന് ഇങ്ങോട്ട് താഴത്തേക്ക് അടയാളപ്പെടുത്തിയിട്ട് അവിടെ നിന്നാണ് ഷേപ്പ് വരയ്ക്കുന്നത്. അടിയിൽ 7 5.5 ഇഞ്ച് വിടുത്ത് വേണ്ട, 7 ഇഞ്ചായിട്ട് ഞാൻ വെട്ടുന്നുണ്ട്. 7 ഇഞ്ച് വിടുത്ത് നീളം, കൈയുടെ നീളം ഒരു 16 ഇഞ്ചൊക്കെ എടുക്കുന്നുണ്ട്. ഏഴിഞ്ച് വിടുത്തിൽ കൈയിൻ്റെ അടിവശം വരച്ച് യോജിപ്പിക്കുന്നുണ്ട്. ഇനി ഫ്രണ്ട് ആം ഹോളും ബാക്ക് ആം ഹോളും കൂടി വരച്ചിട്ട് ഫ്രണ്ട് ഇത്തിരി കുഴിച്ച് വരച്ചിട്ട് സ്ലീവ് വെട്ടുന്നത് ഞാനൊരു വീഡിയോ ആയിട്ട് വരാം. ആ ഷേപ്പിലേക്ക് വരയ്ക്കുക, ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നു. ഇനി അത് വെട്ടിയെടുക്കണം. ലൈനിങ് സ്ലീവുമ്മ വെക്കുന്നുണ്ട്. അത് ഇത്തിരി കഷ്ണങ്ങൾ കൂട്ടി യോജിപ്പിച്ചിട്ട് വേണം. അപ്പോൾ ഞാൻ സ്ലീവ് നല്ല തുണിയിൽ വെട്ടണം. അത് കഴിഞ്ഞിട്ട് ലൈനിങ്ങിൽ വെട്ടണം. ഇനി നല്ല ഭാഗങ്ങൾ തമ്മിൽ കൂട്ടിയിടുക സ്ലീവിൻ്റെ, എന്നിട്ട് കുഴിച്ച് വെട്ടാം. ഒരു വശത്ത് കുഴിച്ച് വെട്ടാം. ഇനി ഞാൻ ഇതിൻ്റെ തയ്യൽ വീഡിയോ ആയിട്ട് വേറെ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇനി നല്ല വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. ഇത് കൂടിയാലോ എന്ന് ചോദിച്ചിട്ട് കട്ടിങ് വീഡിയോ മാത്രമായിട്ട് ഇട്ടേക്കാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.